ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ FIR-ന്റെ നമ്പറും ഞാൻ ഇവിടെ പ്രത്യേകമായി പറയാം. ഒന്ന്, എറണാകുളം റൂറലിലെ FIR നമ്പർ 0735 കാലടി പോലീസ് സ്റ്റേഷൻ. അതിൽ ആദ്യ FIR 13/8/2026 11:22 ഫയൽ ചെയ്തത്. അതിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ FIR ആണ് ഈ പറഞ്ഞ സിസ തോമസിന്റെ FIR 16/8/2026 7:30 അവർ മെയിൽ ചെയ്യുകയും ഉടനടി ഫയൽ ചെയ്യുകയും FIR ഫയൽ ചെയ്യുകയും ഉടനടി അറസ്റ്റുമാണ്. അപ്പോൾ 3 ദിവസം വേണ്ടി വന്നു സിസ തോമസിന് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ. അതെന്ത് പ്രക്രിയയാണ്? 3 ദിവസം മുമ്പ് അവർക്ക് ബോധം നഷ്ടപ്പെട്ടോ? 3 ദിവസം വേണ്ടി വന്നു. അവരുടെ മുടി പിടിച്ചു, ചുമരിൽ ചാർത്തി നിർത്തി അടിച്ചു. ഇതൊക്കെയാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചത്. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറുന്നത്. വാഹനം തല്ലി തകർത്തു എന്ന് വരെയുണ്ട്. ആ വാഹനം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ഇവിടെ തന്നെ ഉണ്ടാവാനാണ് വഴി. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഞങ്ങളുടെ 4 പ്രവർത്തകർ അവിടെ കഴിയുകയാണ്. അതോടൊപ്പം ഇതിലൊരു 18ാം പ്രതി മിഥിലാജ്, ഈ BC കൊടുത്ത രണ്ടാമത്തെ ലിസ്റ്റിലെ, അയാൾ 1 മാസമായി കണ്ണൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ VC ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ടാണ്. ആ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് SFIയുടെ സജീവ പ്രവർത്തകർ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണോ അങ്ങനെ പിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിന്റെ പിന്നിലും ചില ആളുകളുണ്ട്. അതിലൊരു കേമൻ ഇവിടെ ഉള്ളത് ഇവിടുത്തെ PRO ആണ്, ജലീഷ് പീറ്റർ. PROനോട് പറയാനുള്ളത്, പബ്ലിക് റിലേഷൻസ് ഓഫീസർ പണിയെടുത്താൽ മതി, സംഘപരിവാർ റിലേഷൻ ഓഫീസർ പണിയെടുക്കണ്ട. PROന്റെ പണിയെടുക്കണം. PRO ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പുതിയൊരു പരാതി ഇന്നലെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും, ഇപ്പം 3 ദിവസം കഴിഞ്ഞാണ് VCക്ക് വെളിപാട് വന്നത്, 4ാമത്തെ ദിവസമാണ് PROന് വന്നത്. ഇനി ആർക്കെങ്കിലും വരുമോ എന്ന് ഇനി അറിയില്ല. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളെയും പ്രത്യേകം പിൻ ചെയ്തെടുക്കുകയാണ്. ഇതിൽ മുഹമ്മദ് മിഥിലാജിന്റെ ലൊക്കേഷൻ അന്വേഷിച്ചാൽ ഈ കേസ് തകർന്നു, ഈ കേസ് പൊളിയും. അയാൾ കണ്ണൂരാണ്. അപ്പോൾ ഇങ്ങനെ SFIയെ ഇതോടുകൂടി ഈ ക്യാമ്പസിൽ അങ്ങ് അവസാനിപ്പിക്കാമെന്നും അതുവഴി ഈ ക്യാമ്പസിനെ സംഘപരിവാറിന്റെ കൈകളിലേക്ക് എളുപ്പത്തിൽ വെച്ചു കൊടുക്കാമെന്നും ആണ് ഇവർ ധാരണപ്പെടുന്നതെങ്കിൽ അതൊന്നും വില പോകില്ല. വിദ്യാർത്ഥികളെ ഏതറ്റം ചെന്നും സംരക്ഷിക്കാൻ SFI പ്രതിജ്ഞാബദ്ധമാണ്. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും, ഏത് നിയമത്തിൻ്റെ മുന്നിലും ഞങ്ങൾ പോകും. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ 4 പേർ അകാരണമായി ജയിലിലാണ്. ഒരു കാരണവുമില്ല, ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നാണ് അവർ പറഞ്ഞ കുറ്റം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളോട് ഓരോ വർഷവും വോട്ട് ചോദിക്കാൻ വരുന്ന KSU, MSF ഇവരൊക്കെ എവിടെ? ഈ അനീതി ഈ ക്യാമ്പസിൽ നടക്കുമ്പോൾ എവിടെയാണ് ഇവരൊക്കെ? സംഘപരിവാറിനോട് അവരും താതാത്മ്യപ്പെട്ടോ, അവരുടെ സീനിയർ നേതാക്കന്മാർ ചെയ്തതുപോലെ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയും പ്രവൃത്തിയുമാണ് നിഷ്കരുണം വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലച്ചുകൊണ്ട് ഇവിടെ സിസ തോമസ് എന്ന VC ചെയ്തിരിക്കുന്നത്. ഇവരുടെയൊക്കെ യോഗ്യത പരിശോധിക്കണമെന്ന് ഇന്നലെ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ H ഇൻഡെക്സ്, ഇവരുടെ ബിരുദം, ഇവരുടെ മറ്റു യോഗ്യതകൾ, എല്ലാ VCമാരുടെയും. അപ്പോൾ യോഗ്യതയില്ലാതെ ഈ കസേരയിൽ ഇരിക്കുന്നത് ഒറ്റ യോഗ്യത കൊണ്ടാണ്, സംഘപരിവാറിന്റെ അടിമകളാണ് എന്നൊറ്റ കാരണം കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇവർക്കെതിരെ വരും ദിവസങ്ങളിലും ഉയരും. വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും അനാവശ്യ നടപടികൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ക്യാമ്പസ് സമരകേന്ദ്രമാവും. ഈ പരാതികളൊക്കെ കൊടുക്കുന്നത് ഈ കുട്ടികളെ ഡിസിപ്ലിനറി ആക്ഷൻ പറഞ്ഞ് പേടിപ്പിക്കാനാണ് എന്നാണ് കേട്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ കേട്ട് ഇത് പരിഹരിക്കുന്നതായിരിക്കും സിസ തോമസിനും തിരുവനന്തപുരത്ത് ലോക് ഭവനിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കും നല്ലത്. അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രവും. ഇത് അവരോടുള്ള വളരെ എളിമയോടുകൂടിയുള്ള ആവശ്യമാണ്.
അതവർ പരിഗണിക്കുക.